How about a mutta curry in this? Like, I didn't know that we can make a mutta curry in this clay tawa. I'm just going to try it out. Clay cookware is one of the most easiest cooking methods which I have encountered. ഈ റെസിപ്പിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ചെറിയ ഉള്ളി, ചെറിയ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൊടുക്കുന്നത് റെസിപ്പിക്ക്. പിന്നെ മുട്ടക്കറിക്ക് ഡെഫിനറ്റ്ലി മുട്ട, ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിൽ എടുക്കാം. വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് എടുക്കാൻ പോണത് ഒരു തേങ്ങാപ്പാലും കുറച്ച് തേങ്ങ അരച്ചതും പെപ്പർ പൗഡറും. ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ക്വിക്ക് മുട്ടക്കറി ഉണ്ടാക്കും. ഇതിൽ തേങ്ങ അരച്ചത് കുറച്ച് ഇടുക, കുറച്ച് കുറയ്ക്കുക. ക്വിക്കാണ്. ആ തേങ്ങയുടെ ഒരു ചെറിയ പച്ചമയം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് 3 മുട്ട. സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ സിമ്പിൾ കറി വേണമെങ്കിൽ ചെയ്യാം. മുട്ട കുറച്ച് നേരം വയ്ക്കുക. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് പെപ്പർ പൊടി. കുറച്ച് ഒരു എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരും. തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് ക്വിക്ക് സ്റ്റിർ ചെയ്യുക. തേങ്ങാപ്പാലിൻ്റെ ഒരു മണം ലെസ് ദൻ 5 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു പ്രാവശ്യം തിളയ്ക്കാൻ പാടുള്ളൂ. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് ഇതിന് മുകളിൽ കൂടെയൊക്കെ ഇടും. ഒരു തള വരുമ്പോൾ ഒരു ചെറിയ വെളിച്ചെണ്ണ കുറച്ചൊരു ഡാസിലായിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി. മുട്ടക്കറി റെഡിയാണ്. ഞാനൊരു ക്വിക്ക് ടേസ്റ്റിന് വേണ്ടി നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ സീ ദാറ്റ് ഇപ്പോഴും ആ മുട്ട കറി ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കാം. ഇതാണ് നമ്മുടെ ക്ലേ ആൻഡ് സ്റ്റോൺ പാത്രത്തിൻ്റെ ഒരു ഗുണം. കുറച്ച് നേരം വരെ ഈ തള നടന്നുകൊണ്ടിരിക്കും. കുക്കിങ്ങിൻ്റെ ഗ്യാസ് ഓൺ ചെയ്യാൻ ആവശ്യമില്ല. അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഈ മുട്ടക്കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ്സ് എടുക്കുള്ളൂ ഇത് റെഡിയാക്കാൻ. ആൻഡ് നമുക്ക് വലിയ പാത്രം ചട്ടിയൊന്നും വേണ്ട. ഈ പത്തിരി തവ വെച്ച് നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. ഇതേ മുട്ടക്കറി.